Hi all, welcome to a circuit repeat class. ഇപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാബ് വൈൻഡിങ്ങിൻ്റെയും വേവ് വൈൻഡിങ്ങിൻ്റെയും ഡിഫറൻസ് എന്താണെന്നുള്ളതാണ്. പ്രീവിയസ് വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആർമേച്ചർ വൈൻഡിങ്സ് എന്നുള്ള കാര്യം നമ്മൾ നോക്കിയായിരുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഡി സി മെഷീനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട വൈൻഡിങ്സ് ആണ് ലാബ് വൈൻഡിങ്ങും വേവ് വൈൻഡിങ് എന്ന് പറയുന്നത്. സോ എന്തൊക്കെയാണ് മെയിനായിട്ട് വരുന്ന ഡിഫറൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് പ്രീവിയസ് കേസ് പറഞ്ഞ ലാബ് വൈൻഡിങ്ങിൽ നമ്പർ ഓഫ് പാരലൽ പാത്ത്, അതേപോലെ കറണ്ടിന്റെ കാര്യം, വോൾട്ടേജിന്റെ കാര്യം, ഇതെല്ലാം നമ്മൾ നോക്കിയായിരുന്നു. അത് വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ കമ്പാരിസൺ ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഫസ്റ്റ് പോയിന്റ് നമുക്ക് പറയാനുള്ളത് എന്താണ്? ദ എൻഡ് ഓഫ് ആർമേച്ചർ കോയിൽ ഇസ് കണക്റ്റഡ് ടു ദി അഡ്ജസന്റ് കമ്മ്യൂട്ടേറ്റഡ് സെഗ്മെന്റ്. ലാബ് വൈൻഡിങ്ങിനാണെന്നുണ്ടെങ്കിൽ ആർമേച്ചർ കോയിൽ നമ്മൾ വൈൻഡിങ് ഡയഗ്രാം നമ്മൾ വരച്ചായിരുന്നു അല്ലെ. ആർമേച്ചർ കോയിലിന്റെ കണക്ട് ചെയ്തിരിക്കുന്നത് ഓരോ കമ്മ്യൂട്ടർ സെഗ്മെന്റ് ആയിട്ടായിരിക്കും നമ്മളത് കണക്ട് ചെയ്തിരിക്കുന്നത്. ഒരു കോയിലിന്റെ കമ്മ്യൂട്ടർ സെഗ്മെന്റ് കറസ്പോണ്ടിങ്ങിലായിട്ടായിരിക്കും വരുന്നത്. ദ എൻഡ് ഓഫ് ദി ആർമേച്ചർ കോയിൽ ഇസ് പ്ലേസ്ഡ് ഇൻ ദ കമ്മ്യൂട്ടർ സെഗ്മെന്റ് വിച്ച് ഇസ് പ്ലേസ്ഡ് എപാർട്ട്. അതാണ് വേവ് വൈൻഡിങ്ങിന്റെ കേസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് പാരലൽ പാത്ത് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് പോൾസ് അല്ലെ. ലാബ് വൈൻഡിങ്ങിൽ നമ്പർ ഓഫ് പോൾസ് തന്നെ ആയിരിക്കും നമ്പർ ഓഫ് പാരലൽ പാത്ത് എന്ന് പറയുന്നത്. വേവ് വൈൻഡിങ്ങിൽ എത്ര പോൾസ് ഉണ്ടെങ്കിലും ശരി, നമ്പർ ഓഫ് പാരലൽ പാത്ത് എന്ന് പറയുന്നത് 2 ആയിരിക്കും. അപ്പൊ അതാണ് നമ്മൾ വേവ് വൈൻഡിങ് പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞത് എന്താണ്? എ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് എ ഈസ് ഈക്വൽ ടു 2 എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു അല്ലെ. അതേപോലെ തന്നെ ഇൻ ദ കേസ് ഓഫ് ലാബ് വൈൻഡിങ് ഞാൻ ഓർത്തിരിക്കാൻ പറഞ്ഞായിരുന്നു അല്ലെ. ലാബ് വൈൻഡിങ്ങിൽ എ ആൻഡ് പി ഈസ് ദർ. സോ ലാബ് വൈൻഡിങ്ങിൽ വി ക്യാൻ റൈറ്റ് എ ഷുഡ് ബി ഈക്വൽ ടു എന്താണ്? പി എന്ന് നമുക്ക് പറഞ്ഞു അല്ലെ. എ ഈസ് ഈക്വൽ ടു പി ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്. ഒരെണ്ണത്തിൽ എ ഈക്വൽ ടു 2 ആണ് നമുക്കറിയാം. പക്ഷെ ലാബ് വൈൻഡിങ്ങിൽ എ ഈക്വൽ ടു പി എന്നുള്ളത് ആദ്യം തന്നെ നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ പറഞ്ഞത് എ ഈസ് ഈക്വൽ ടു പി. നമ്പർ ഓഫ് പാരലൽ പാത്ത് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പോൾസ്. അപ്പോ ലാബ് വൈൻഡിങ്ങിന് നമുക്ക് വേറൊരു പേര് പറയാം പാരലൽ വൈൻഡിങ്സ് എന്ന് പറയാം. കാരണം എത്ര കോയിൽസ് ഉണ്ടെന്നുണ്ടെങ്കിലും അത് നമ്പർ ഓഫ് പോൾസ് എത്രയാണ് അത്രയും പാരലൽ പാത്തിലായിരിക്കും നമ്മളത് അറേഞ്ച് ചെയ്യുന്നത്. സോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 40 കണ്ടക്ടേഴ്സ് ഉണ്ട് എങ്കിൽ 4 പോൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോ പാരലൽ പാത്തിൽ 10 വെച്ചായിരിക്കും വയ്ക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ മെയിനായിട്ട് ലാബ് വൈൻഡിങ്ങിന് നമ്മൾ പറയുന്നത് എന്താ? പാരലൽ വൈൻഡിങ്സ് എന്നും പറയാറുണ്ട്. വേവ് വൈൻഡിങ്ങിന് നമ്മൾ പറയുന്ന പേരാണ് സീരീസ് വൈൻഡിങ് എന്ന് പറയുന്നത്. നമ്മൾ മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. ലാബ് വൈൻഡിങ് പാരലൽ വൈൻഡിങ് ആണ്, വേവ് വൈൻഡിങ് എന്ന് പറയുന്നത് സീരീസ് വൈൻഡിങ് എന്ന് പറയുന്നത്. നാലാമത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ എം എഫ് വൈൻഡിങ്. അതായത് ലാബ് വൈൻഡിങ്ങിന്റെ ഇ എം എഫ് എന്ന് പറയുന്നത് എപ്പോഴും കുറവായിരിക്കും, വിച്ച് ഇസ് വെരി ലെസ്. പക്ഷെ ഈ വേവ് വൈൻഡിങ്ങിന്റെ ഇ എം എഫ് എന്ന് പറയുന്നത് ലാബ് വൈൻഡിങ്ങിനെക്കാട്ടും കൂടുതലായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇ എം എഫ് ഓഫ് ദ വേവ് വൈൻഡിങ് ഇസ് ഹൈ ആസ് കമ്പയർഡ് ടു ദ ലാബ് വൈൻഡിങ്. അതേപോലെ ലാബ് വൈൻഡിങ് റിക്വയർസ് ഇക്വലൈസർ ഫോർ ദ ബെറ്റർ കമ്മ്യൂട്ടേഷൻ അല്ലെ. കമ്മ്യൂട്ടേഷൻ നടക്കാൻ വേണ്ടി ഇക്വലൈസർ റിങ്സ് നമുക്ക് വേണം. കാരണം നമ്പർ ഓഫ് പാരലൽ പാത്ത് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പോൾസ് ആയതുകൊണ്ട് ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് അൺസർക്കുലേറ്റിംഗ് മീൻസ് സർക്കുലേറ്റിംഗ് കറണ്ട് ഇസ് ദർ. ഈ സർക്കുലേറ്റിംഗ് കറണ്ട് നമുക്ക് ഇതിലേക്ക് കോയിൽസിലോട്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ കോയിൽസ് ഡാമേജ് ആവും. സോ അതുകൊണ്ട് നമ്മൾ ഇക്വലൈസർ കണക്ഷൻസ് നമ്മൾ യൂസ് ചെയ്യും. വേവ് വൈൻഡിങ്ങിന്റെ കേസിൽ ഇക്വലൈസർ കണക്ഷൻസ് വേണ്ട. ഓക്കെ, അപ്പൊ ഇനി അടുത്ത വീഡിയോസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇക്വലൈസർ കണക്ഷൻ ആവശ്യമില്ല എന്നുള്ളത് നമ്മൾ കമ്മിങ് വീഡിയോസിൽ നമുക്ക് കാണാവുന്നതാണ്. അതേപോലെ അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ്? ലാബ് വൈൻഡിങ്ങിൽ ഡമ്മി കോയിൽസ് കാണത്തില്ല, പക്ഷെ ഇവിടെ വേവ് വൈൻഡിങ്ങിൽ ഡമ്മി കോയിൽസ് കാണും. ഡമ്മി കോയിൽസിന്റെ വെക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മെക്കാനിക്കൽ ബാലൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആർമേച്ചറിൽ മെക്കാനിക്കൽ ബാലൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതിനാണ് വേവ് വൈൻഡിങ്ങിൽ നമ്മൾ ഡമ്മി കോയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ലാബ് വൈൻഡിങ്ങിന്റെ കേസിൽ എത്ര ബ്രഷസ് ഉണ്ടോ അത്രയും നമ്പർ ഓഫ് പാരലൽ പാത്ത് കാണും. ദാറ്റ് ഈസ് നേരത്തെ പറഞ്ഞ പോലെ നമ്പർ ഓഫ് പാരലൽ പാത്ത് ഈക്വൽ നമ്പർ ഓഫ് പോൾസ്, എ ഈസ് ഈക്വൽ ടു പി എന്ന് പറഞ്ഞതുപോലെ തന്നെ number of brushes should be equal to number of parallel path, whereas in the case of wave winding number of brushes is equal to 2 always. Then അതേപോലെ എഫിഷ്യൻസി ഓഫ് ലാബ് വൈൻഡിങ് എഫിഷ്യൻസി എന്ന് പറയുന്നത് കുറവായിരിക്കും കമ്പയർഡ് ടു വേവ് വൈൻഡിങ്. വേവ് വൈൻഡിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എപ്പോഴും കൂടുതലായിരിക്കും. ലാബ് വൈൻഡിനെ കമ്പയർ ചെയ്യുമ്പോൾ എഫിഷ്യൻസി ഓഫ് വേവ് വൈൻഡിങ് ഇസ് ഓൾവേസ് ഹയർ. ദെൻ ദ വൈൻഡിങ് കോസ്റ്റ് ഓഫ് ദ ലാബ് വൈൻഡിങ് ഇസ് മോർ ദാൻ ദ വേവ് വൈൻഡിങ്. വൈൻഡിങ് കോസ്റ്റ് എന്ന് പറയുന്നത് കൂടുതലാണ്. കാരണം നമ്പർ ഓഫ് പാരലൽ പാത്സ് കൂടുതലായതുകൊണ്ട് വൈൻഡിങ് കോസ്റ്റ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ദാറ്റ് ഈസ് മോർ നമ്പർ ഓഫ് കോപ്പേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് കൂടുതലായിരിക്കും ലാബ് വൈൻഡിങ്ങിൽ. വേറെ വൈൻഡിങ് കോസ്റ്റ് ഓഫ് വേവ് വൈൻഡിങ് ഇസ് ലെസ്സർ വെൻ കമ്പയർഡ് ടു ലാബ് വൈൻഡിങ്. ലാബ് വൈൻഡിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കുന്നുള്ളൂ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ലാബ് വൈൻഡിങ് ഇസ് യൂസ്ഡ് ഇൻ ലോ വോൾട്ടേജ് ഹൈ കറന്റ് മെഷീൻ. ലാബ് വൈൻഡിങ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? ലോ വോൾട്ടേജ് ഹൈ കറന്റ് മെഷീൻസിലും അതേപോലെ ഹൈ വോൾട്ടേജ് ലോ കറന്റ് മെഷീൻസിലും നമ്മൾ യൂസ് ചെയ്ത് വേവ് വൈൻഡിങ്സിനായിരിക്കും.
മിക്ക നമ്മുടെ കോമ്പറ്റീവ് എക്സാംസിനൊക്കെ പോകുമ്പോൾ മിക്കവാറും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റൻ ആണ് ലാപ്പ് ബൈൻഡിങ് എന്ന് പറയുന്നത് എവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ലാപ്പ് ബൈൻഡിങ് ഈസ് യൂസ്ഡ് ഇൻ ലോ വോൾട്ടേജ് ഹൈ കറന്റ് ആൻഡ് വേവ് ബൈൻഡിങ് ഈസ് യൂസ്ഡ് ഇൻ ഹൈ വോൾട്ടേജ് ലോ കറന്റ് മെഷീൻസ്. ദെൻ ലാപ്പ് ബൈൻഡിങ് നമ്മൾ സാധാരണ ജനറേറ്റേഴ്സിൽ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും കറണ്ടിന്റെ വാല്യൂ 500 ആംപിയറിനെക്കാൾ കൂടുതലാകുമ്പോഴാണ്. ഇറ്റ് ഇസ് നോർമലി യൂസ്ഡ് ഫോർ ജനറേറ്റേഴ്സ് കപ്പാസിറ്റി മോർ ദാൻ 500 ആംപിയർ. ആ കേസസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലാപ്പ് ബൈൻഡിങ്ങും ഫോർ ലെസ് ദാൻ 500 ആംപിയർ കപ്പാസിറ്റി ലെസ് ദാൻ 500 ആംപിയർ എന്ന് പറയുന്നത് വേവ് വൈൻഡിങ്സ് ആയിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. സോ അവസാനം പറഞ്ഞ 2 പോയിന്റ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. യു ക്യാൻ എക്സ്പെക്ട് ദീസ് ടൈപ്പ് ഓഫ് പോയിന്റ്സ്, അല്ലെങ്കിൽ ഈ പോയിന്റ്സ് നിങ്ങൾ ഓർത്തിരിക്കാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഒരു കോമ്പറ്റീവ് എക്സാംസിനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് ഇത് രണ്ടും ഒരു ആപ്ലിക്കേഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ലാപ്പ് ബൈൻഡിങ് എന്ന് പറഞ്ഞാൽ ലോ വോൾട്ടേജ് ഹൈ കറന്റ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതിന് 500 ആംപിയറിനെക്കാട്ടും കൂടുതലാവുന്ന applications-ലായിരിക്കും ലാപ്പ് ബൈൻഡിങ് യൂസ് ചെയ്യുന്നത്. whereas wave winding is used for high voltage low current applications, and usually wave winding is preferred when the capacity is less than 500 ampere. Okay, so I hope നമുക്ക് ഇപ്പം almost ഒരു 10 to 11 points നമ്മൾ ഡിസ്കസ് ചെയ്തു, the comparison between lap and wave winding. I hope this ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. കാരണം ലാപ്പ് വൈൻഡിങ് എന്താണ്, വേവ് വൈൻഡിങ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായി കാണും. അപ്പോൾ പ്രീവിയസ് വീഡിയോസ് നമ്മൾ ലാപ്പ് വൈൻഡിങ് വേവ് വൈൻഡിങ്സ് നമ്മൾ എന്താന്നുള്ളത് നമ്മൾ പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കമ്പാരിസൺ നോക്കി. അത് കാണാത്തൊരു ആ വീഡിയോ ഒന്ന് കാണുക. അപ്പം ലാപ്പ് വൈൻഡിങ് എന്താണെന്നും വേവ് വൈൻഡിങ് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ടൊരു ഐഡിയ കിട്ടും. സോ ദിസ് ഈസ് ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് 2 ടൈപ്സ് ഓഫ് ആർമേച്ചർ വൈൻഡിങ്സ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ കമൻറ്റ്. വീഡിയോ യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.